Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ജൂൺ 29 തിങ്കളാഴ്ച. ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. തങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തുടർച്ചയായ രണ്ടാം ദിവസവും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ നടപടി ആസൂത്രിതവും മുൻപ് ഒപ്പുവച്ച സമാധാന കരാറുകളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഇന്നലെ അതിർത്തി ലംഘിച്ചെത്തിയ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. സൈന്യം അതീവ ജാഗ്രതയിലാണ്. ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങൾ ബഹ്റൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ബഹ്റൈന്റെ സുരക്ഷ GCC രാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷയുടെ ഭാഗമാണെന്നും ഒരു അംഗരാജ്യത്തിനു നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമാണെന്നും ഒത്തുചേർന്ന് വ്യക്തമാക്കിയ GCC രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ബഹ്റൈന് പൂർണ്ണ അവകാശമുണ്ടെന്നും അറിയിച്ചു. ഇന്ത്യയിൽ മാതൃശിശു ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ എന്നിവയിൽ വലിയ പുരോഗതി രേഖപ്പെടുത്തിയതായി ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് K. ജേക്കബ് മനാമയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏറ്റവും പുതിയ ദേശീയ കുടുംബാരോഗ്യ സർവേ ഫലങ്ങളാണ് അംബാസിഡർ പങ്കിട്ടത്. 2023-24 കാലയളവിൽ ഇന്ത്യയിലെ 715 ജില്ലകളിലായി ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ നടത്തിയ ഈ വിപുലമായ പഠനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർവേകളിൽ ഒന്നാണ്. ഇത് പ്രകാരം ആശുപത്രികളിലെ പ്രസവ നിരക്ക് 90.6%, കുട്ടികളിലെ സമ്പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ് നിരക്ക് 87.1% ഉയർന്നു. അതേസമയം പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് അംബാസിഡർ ചൂണ്ടിക്കാട്ടി. ഇതിനെ പ്രതിരോധിക്കാൻ പരിശോധനകൾ വിപുലമാക്കുന്നതിനൊപ്പം ശാരീരിക വ്യായാമങ്ങളും യോഗയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സർക്കാർ ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയം കർശന നിരോധനം ഏർപ്പെടുത്തി. പുതിയ നിയമപ്രകാരം 57 മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക് ബാഗുകളുടെ നിർമ്മാണവും ഇറക്കുമതിയും വിതരണവും രാജ്യത്ത് അനുവദിക്കില്ല. പകരം 57 മൈക്രോണിൽ കൂടുതൽ കനമുള്ള പുനരുപയോഗ ബാഗുകൾ, പേപ്പർ, തുണി, ബയോഡിഗ്രേഡബിൾ ബാഗുകൾ എന്നിവ ഉപയോഗിക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം മാലിന്യ ബാഗുകൾ, മെഡിക്കൽ ബാഗുകൾ, പ്രത്യേക പാക്കേജിംഗ്, കയറ്റുമതി എന്നിവയ്ക്കുള്ളവയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിലുള്ള സ്റ്റോക്ക് തീർക്കാനും പുതിയ നിയമത്തോട് പൊരുത്തപ്പെടാനും വ്യാപാരികൾക്ക് മന്ത്രാലയം സാവകാശം നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ ബദലുകളിലേക്ക് മാറാൻ അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വാണിജ്യ തെരുവുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി കടകളുടെ നാമബോർഡുകൾ ഏകീകരിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സദേൺ മുനിസിപ്പൽ കൗൺസിൽ അംഗീകാരം നൽകി. കൗൺസിൽ പ്രതിനിധി മുഹമ്മദ് ദരാജ് സമർപ്പിച്ച ഈ പദ്ധതി പ്രകാരം ബോർഡുകളുടെ വലിപ്പം, രൂപകൽപ്പന, നിറങ്ങൾ, സ്ഥാനം എന്നിവയ്ക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാണിജ്യ മേഖലകളിൽ അലങ്കോലമായി സ്ഥാപിച്ചിരിക്കുന്ന വലിയ ബോർഡുകളും പരസ്പരം ചേരാത്ത നിറങ്ങളും മൂലമുണ്ടാകുന്ന കാഴ്ചാ വൈകല്യങ്ങൾ പരിഹരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിയമം ബിസിനസ്സുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനല്ല, മറിച്ച് ആവശ്യമായ ഇളവുകളോടെ തെരുവുകൾ കൂടുതൽ മനോഹരവും ക്രമബദ്ധവുമാക്കാനാണെന്ന് മുഹമ്മദ് ദരാജ് വ്യക്തമാക്കി. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ 2026-2028 വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങ് സമാജം DJ ഹാളിൽ നടന്നു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് K. ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ എക്കാലത്തും മാതൃകാപരമാണെന്ന് അദ്ദേഹം ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. അംഗങ്ങളുടെ സഹകരണമാണ് സമാജത്തിന്റെ വിജയമെന്ന് അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ പുതിയ കമ്മിറ്റി അംഗങ്ങൾക്കും വനിതാവേദി കമ്മിറ്റിക്കും അംബാസിഡർ ഔദ്യോഗിക ബാഡ്ജുകൾ കൈമാറി. മുൻ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള മെമന്റോകളും സമർപ്പിച്ചു. സ്ഥാനാരോഹണത്തിന് മാറ്റുകൂട്ടി പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ, പാർവതി മേനോൻ എന്നിവർ നയിച്ച മ്യൂസിക്കൽ നൈറ്റും നൃത്തപരിപാടികളും അരങ്ങേറി.
സമസ്ത ബഹ്റൈൻ സാദുൽ മുത്തഖീൻ ത്രൈമാസ ക്യാമ്പയിനിന്റെ ഭാഗമായി ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി സെന്ററുമായി സഹകരിച്ച് ആത്മീയതയിലൂടെ പവിഴദ്വീപിനെ അറിയാം എന്ന പേരിൽ ഏകദിന യാത്ര സംഘടിപ്പിച്ചു. സമസ്ത ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ഹാഫിൾ ഷറഫുദ്ദീൻ മൗലവിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യാത്രയ്ക്ക് ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് നേതൃത്വം നൽകി. ബഹ്റൈനിലെ ആദ്യത്തെ എണ്ണക്കിണർ, ട്രീ ഓഫ് ലൈഫ്, ബഹ്റൈൻ കോട്ട, ബാർബാർ ക്ഷേത്രം, ഖമീസ് മോസ്ക്, നാഷണൽ മ്യൂസിയം, സൗദി കോസ്വേ, സൽമാൻ ബീച്ച് തുടങ്ങിയ പ്രധാന ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംഘം സന്ദർശിച്ചു. യാത്രക്കിടയിലെ ക്ലാസുകൾക്ക് മനാമ ഏരിയ വൈസ് പ്രസിഡന്റ് NT അബ്ദുൽ കരീം നേതൃത്വം നൽകി. ബഹ്റൈന്റെ ചരിത്ര പ്രാധാന്യവും മാനസിക ഉല്ലാസവും പകർന്നു നൽകിയ യാത്ര അംഗങ്ങൾക്ക് പുത്തൻ അനുഭവമായി. അബ്ദുൽ മജീദ് ചോലക്കോട്, നൌഷാദ് SK, അബ്ദുൽ റൌഫ് എന്നിവർ യാത്ര നിയന്ത്രിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. പ്രവാസികൾക്കായി അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്ററും വിസ്ഡം ബഹ്റൈൻ ചാപ്റ്ററും ചേർന്ന് ഹൂറ റയ്യാൻ സെന്ററിൽ സായാഹ്ന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി MM റിസാലുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CM അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു. ക്യാമ്പിൽ ദാറുൽ ഷിഫ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ഹസൻ മരിക്കാർ പ്രഥമ ശുശ്രൂഷ, CPR എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് വസീം അഹമ്മദ് മയ്യത്ത് പരിപാലനത്തെക്കുറിച്ചും സ്വാലിഹ് അൽ ഹിക്കമി ആരോഗ്യവും ആയുസ്സും എന്ന വിഷയത്തിലും സയ്യിദ് മുഹമ്മദ് ഹംറാസ് മുഹറം ചിന്തകളെക്കുറിച്ചും സംസാരിച്ചു. സ്ത്രീകൾക്കായുള്ള സെഷനുകൾക്ക് നഴ്സുമാരായ ആയിഷ, ജന്ന, സൂര്യ, ചന്ദ്ര എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ ഹസൻ മരക്കാറിനുള്ള ഉപഹാരം റയ്യാൻ സെന്റർ പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയം കൈമാറി. അബ്ദുസലാം നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ നവകേരള ഹൂറ മുഹറക് മേഖലാ കമ്മിറ്റി അദിലിയ അൽഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസികൾ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ക്യാമ്പുകളെന്ന് ഉദ്ഘാടനം നിർവഹിച്ച നവകേരള കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ മേൽപ്പത്തൂർ പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് ഷാജഹാൻ കരുവന്നൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭ അംഗം ജേക്കബ് മാത്യു, രാജ്കൃഷ്ണൻ, നിതീഷ് AV, മുഹമ്മദ് അൻസൽ എന്നിവർ ആശംസകൾ നേർന്നു. മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് ആവള സ്വാഗതവും മുഹമ്മദ് ഷഫീഖ് നന്ദിയും പറഞ്ഞു. അൽഹിലാൽ ആശുപത്രിക്കുള്ള ഉപഹാരം ഡോക്ടർ ഹെക്ടർ ജേക്കബ് മാത്യുവിൽ നിന്നും ഏറ്റുവാങ്ങി. ഷാജി മൂതല, ബിജു മലയിൽ, റൈസൺ വർഗീസ്, NK ജയൻ തുടങ്ങിയ കേന്ദ്ര മേഖലാ ഭാരവാഹികളും വനിതാ വിഭാഗം പ്രതിനിധികളും ക്യാമ്പിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. ബഹ്റൈൻ പ്രതിഭ വനിതാവേദിയുടെ നേതൃത്വത്തിൽ സൽമാനിയ പ്രതിഭ സെന്ററിൽ വിങ്സ് ഓഫ് വുമൺ എന്ന പേരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 150ലധികം വനിതകൾ പങ്കെടുത്ത പരിപാടി എഴുത്തുകാരി സ്വപ്ന വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ത്രീകളിൽ മാനസികാരോഗ്യവും സ്വയം പരിചരണത്തിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദീപ്തി ഗോപിനാഥ് പ്രസാദ് ക്ലാസ് എടുത്തു. സജിത സതീഷ് മോഡറേറ്ററായിരുന്നു. സെമിനാറിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. വനിതാവേദി പ്രസിഡന്റ് ദീപ്തി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സരിത മേലറ്റ് സ്വാഗതവും ട്രഷറർ ഹർഷ ബബീഷ് നന്ദിയും പറഞ്ഞു. പ്രതിഭ മുഖ്യ രക്ഷാധികാരി ബിനു മണ്ണിൽ, ജനറൽ സെക്രട്ടറി സുലേഷ് VK, ഷീബ രാജീവൻ, ഷീജ വീരമണി, വിദ്യാശ്രീ എന്നിവർ ആശംസകൾ നേർന്നു.
വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.